ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് സെപ്റ്റംബർ 17. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയമായി. ഇതുവരെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബുള്ളിഷ് വ്യൂ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്ലാറ്റ് ഓപ്പണിംഗ് നടത്തിയ ഒരു സഡൻ അപ്സൈഡ് മൂവ്മെൻറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, റൈറ്റ്. അപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രോപ്പർ പുൾ ബാക്കിന് വേണ്ടിയാണ് ആക്ച്വലി വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതിന് മുൻപേ അവിടുന്ന് ഒരു ചെറിയൊരു പുൾ ബാക്ക് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കൺഫ്യൂഷൻ, ആ ടോപ്പ് ലെവലിൽ നിന്ന് ബൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, റൈറ്റ്. ആ ടോപ്പ് ലെവലിൽ നിന്ന് പിന്നീട് ഞാൻ നല്ലൊരു പുൾ ബാക്ക്, അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഡേ ഹൈയോ അല്ലെങ്കിൽ ആ ഒരു സിങ് ലെവലോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലോട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻറ്റോട് കൂടി ഞാൻ ട്രേഡ് എടുത്തിരുന്നേനെ. ബട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് മുൻപേ മാർക്കറ്റ് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, റൈറ്റ്. ആൻഡ് ഇപ്പോഴും ഒരു പുൾ ബാക്ക് ആണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് യാതൊരു രീതിയിലും ബൈ എൻട്രി എടുക്കാനുള്ള കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല. എന്നെ യാതൊരു രീതിയിലും കൺവിൻസും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് അവോയ്ഡ് ചെയ്യുന്നത്. നോക്കാം, ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ മാക്സിമം ഞാനൊരു 12 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. അതാണ് എൻ്റെ ടൈം. സോ നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റിയും ഒരു മൊമെൻറ്റും തീരെ ഇല്ലാത്ത ഒരു രീതിയിലാണ്, റൈറ്റ്. ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് സ്ലോലി, റൈറ്റ്, ഈ ലെവലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെഡ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, സോ എനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും യാതൊരു രീതിയിലൊരു ട്രേഡ് എടുക്കുന്നില്ല. ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, സോ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഞാൻ ഇതുവരെയും ട്രേഡ് എടുത്തിട്ടില്ല. സമയം ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോർമലി ട്രേഡ് എൻ്റെ പ്ലാൻ ചെയ്യുന്നത് രാവിലെ 9 മണി മുതൽ 9:15 മുതൽ 12 മണി വരെയാണ് എൻ്റെ ഒരു ട്രേഡിംഗ് ടൈം. അതെപ്പോഴും ഞാൻ ഫിക്സഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂളാണ്, എൻ്റെ ഒരു ട്രേഡിംഗ് റൂളാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു 12 മണി വരെ വെയിറ്റ് ചെയ്യുന്നുള്ളത് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നില്ല, ഈ കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഹൈ മാർക്കറ്റ് ആക്ടിവിറ്റി ആയിരിക്കും മോർണിംഗ് ടൈമിൽ. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഹവർ 9:15 മുതൽ 10-11 മണി വരെയും അത്യാവശ്യം നല്ല മൂവ്മെൻറ്റുകളുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റികൾ അവിടെ കിട്ടും, നല്ല വോളിയം അവിടെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ഓവർ ട്രേഡിങ്. നമുക്കൊരു ഫിക്സഡ് ടൈം ഉണ്ടെങ്കിൽ അതൊരു ജോലി പോലെ നമ്മൾ ചെയ്യും, റൈറ്റ്. നമ്മൾ കറക്റ്റ് ടൈമിൽ വരുന്നു, കറക്റ്റ് ടൈമിൽ ക്ലോസ് ചെയ്ത് പോകുന്നു. അതിനുശേഷം ഞാൻ മാർക്കറ്റ് വാച്ച് ചെയ്യാറില്ല. വാച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ടെൻഡൻസി, നല്ല ബ്രേക്കൗട്ട് വീഴുന്ന സമയത്ത് ഒരു ട്രേഡ് എടുക്കാനുള്ള ടെൻഡൻസിലൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഓവർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ബെറ്റർ RR, ബെറ്റർ റിസ്ക് റിവാർഡ്. നമുക്ക് മോർണിംഗിൽ നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹൈ റിസ്ക് റിവാർഡ് തരുന്ന മൂവ്മെൻറ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും. വലിയ പ്രോഫിറ്റ് ഒക്കെ കിട്ടിയിരിക്കുന്നത് മോർണിംഗിലെ മൊമെൻ്റാണ്. അതായത് ഒരു 10 മണി 10:15 ഉള്ളിൽ കിട്ടുന്ന ട്രേഡുകൾ, അതിൽ അവിടെ വരുന്ന മൊമെൻ്റ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബെറ്റർ റിസ്ക് റിവാർഡ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നെ സംബന്ധിച്ചിട്ട് പേഴ്സണലാണ്, രാവിലെ നമുക്ക് എപ്പോഴും വളരെ ഫോക്കസ്ഡ് ആയിരിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു എനർജി നമുക്കുണ്ടാവും. കുറേ സമയം നമ്മളിങ്ങനെ ചാർട്ട് വാച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരു ബോറിംഗ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങും. ചിലപ്പോൾ മൈൻഡ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചിലപ്പോൾ മാർക്കറ്റിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ ഈ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പണ്ടേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ വരുന്ന സമയത്ത് എൻ്റെ എനർജി ലോസ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു 12 മണി കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ മാക്സിമം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുള്ളൂ. ആ സമയത്ത് എനിക്ക് ആ ഒരു എനർജിയോടെ ഫോക്കസറോടെ എനിക്ക് ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത് കൺസിസ്റ്റൻസിയാണ്. അതായത് നമുക്കൊരു ചിട്ടയായ ശീലം നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്ത് കൺസിസ്റ്റൻസിയോടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കറക്റ്റ് ടൈമിൽ വരുന്നു, കറക്റ്റ് ടൈമിൽ മാക്സിമം ഇത്ര ടൈം വരെ നമ്മൾ സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഇപ്പോൾ എനിക്ക് രാവിലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാക്സിമം 12 മണി വരെ നോക്കി എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഇല്ലെങ്കിൽ ഞാനത് ക്ലോസ് ചെയ്ത് പോകും. ചില സമയങ്ങളിൽ ഏർലി ട്രേഡ് അവസാനിപ്പിക്കാറുണ്ട്. പക്ഷേ ട്രേഡുകൾ മാക്സിമം എൻ്റെ 12 മണിക്കുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്, റൈറ്റ്. പിന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ്, അതായത് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടാവും. ആസ് എ ട്രേഡർ എനിക്ക് ഫസ്റ്റ് ഹാഫ് മാത്രം നോക്കിയാൽ മതി. സെക്കൻഡ് ഹാഫ് എനിക്ക് ഫാമിലിയോട് കൂടിയോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയൊക്കെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാനൊരു 9 to 12 മാക്സിമം സ്പെൻഡ് ചെയ്യുന്നത്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ ട്രേഡിങ്ങിൽ. ഓവർ ട്രേഡിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡൊന്നുമില്ല, ക്ലോസ് ചെയ്ത് പോവുകയാണ്. നാളെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. സോ കാണാം, ബൈ ബൈ.